നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗർഭിണിയായിരുന്ന സോന സ്വന്തം കുഞ്ഞിനെ അടക്കം ആ ജീവൻ നഷ്ടപ്പെടുത്തിയത് എന്തിനായിരുന്നു? ലാലുമായിട്ട് യഥാർത്ഥത്തിൽ സോനയ്ക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണ്? ആ കാറിനുള്ളിൽ അവസാന നിമിഷം സംഭവിച്ചത് എന്താണ്? ഇതൊന്നും ഇനി പുറത്തു വരാൻ പോകുന്നില്ല. കാരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ സാധിച്ചിരുന്ന ആ വ്യക്തിയും ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. 3 ജീവനുകൾ പൊലിഞ്ഞ വാർത്തയാണ് കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത്. ഗർഭിണി കാറിനുള്ളിൽ മരണപ്പെട്ട അല്ലെങ്കിൽ കാറിനുള്ളിൽ കത്തിയമർന്ന സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ആ അപകടത്തിലുണ്ടായിരുന്ന ആരോപണ വിധേയനായിട്ടുള്ള സോനയുടെ ഭർത്താവും മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 2 വീട്ടുകാരെ അധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്. അതായത് ഒരു കുഞ്ഞിക്കാല് സ്വപ്നം കണ്ട് നിൽക്കുന്ന 2 കുടുംബങ്ങളാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ദാമ്പത്യത്തിലെ പ്രശ്നം ഇത്രമാത്രം വലിയ നീചമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് പോയപ്പോൾ എന്തെന്ന് പോലും അറിയാതെ ആശങ്കയിൽ നിൽക്കുന്ന 2 കുടുംബാംഗങ്ങളെയാണ് നമ്മൾ കാണുന്നത്. സോനയുടെ പിതാവും സോനയുടെ ബന്ധുക്കളും പറയുന്നത് പ്രകാരം അവർക്കും എന്താണ് സംഭവിച്ചത് എന്നറിയില്ല, ചില സംശയങ്ങൾ മാത്രമുണ്ട്. ലാലിന്റെ ബന്ധുക്കളും സമാന രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. ഇരുവർക്കുമിടയിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഇത്തരത്തിലൊരു മരണത്തിലേക്ക് അടക്കം നയിക്കുന്ന തരത്തിലായിരുന്നു ആ പ്രശ്നങ്ങൾ എന്നും ഒന്നും മനസ്സിലാകാതെ മുന്നോട്ട് പോയിരുന്ന 2 കുടുംബത്തിലേക്കാണ് ഈ മരണവാർത്ത എത്തിയത്. ഒരു കുഞ്ഞിന്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ 2 കുടുംബത്തിലേക്കും 3 മരണവാർത്തകൾ എത്തുന്നു. വയറിൽ കിടന്ന ആ കുഞ്ഞ് വെന്തുരുകി മരിച്ചു. സോനയും തൻ്റെ ഭർത്താവിന് മുന്നിൽ പ്രതികാരം തീർക്കാനോ അല്ലെങ്കിൽ ദേഷ്യം തീർക്കാനോ സങ്കടത്തിലോ എന്താണ് എന്ന് വ്യക്തമല്ല, എന്തായാലും ഭർത്താവിൻ്റെ മുന്നിൽ നിന്ന് മരണപ്പെട്ടു എന്നുള്ളത്, മരിക്കണം എന്നുള്ളത് സോനയുടെ തീരുമാനമായിരുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതെല്ലാം കണ്ടു നിന്ന് രക്ഷപ്പെടാൻ പോലും ആകാതിരുന്ന ആ യുവാവും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ദുരൂഹതകളോടെയാണ് ഈ ഒരു സംഭവം മുന്നോട്ട് പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ ലാലിന്റെ മൊഴി ആയിരുന്നു പോലീസിന്റെ പ്രധാനപ്പെട്ട ആധാരം. ആദ്യ മൊഴി അത്ര വ്യക്തമല്ല എങ്കിൽ പോലും ഈ ആരോഗ്യനില ഒക്കെ മെച്ചപ്പെടുന്ന സമയത്ത് ലഭിക്കുന്ന മൊഴിയിൽ കൃത്യമായിട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പോലീസിന് തിരിച്ചടിയായി കൊണ്ടാണ് ആ മരണവാർത്ത എത്തുന്നത്. കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിന് പിന്നാലെ ഭർത്താവും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. ഗുരുതരമായിട്ടുള്ള പൊള്ളലേറ്റ്, ഏകദേശം 60% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ചെറുവണ്ണൂർ പൂവത്തും ചാലിൽ സ്വദേശിയായിരുന്ന രജിൻ ലാല്. അയാളിപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. പാലേരി കുയിമ്പിൽ കള്ളിക്കണ്ടി മിത്തൽ സ്വദേശിയായിട്ടുള്ള ഭാര്യ സോനയാണ് കഴിഞ്ഞ മെയ് 15-ന് മരണപ്പെടുന്നത്. സോന കാർ കത്തിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. എന്തിന്, എപ്പോൾ, എങ്ങനെ എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ 65% പൊള്ളലേറ്റ നിലയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു രജിൻലാല് എന്നുള്ളതാണ് സൂചനകൾ. ആരോഗ്യനില അതീവ ഗുരുതരമായതിനാൽ രജിൻലാലിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴിയെടുക്കാൻ പോലീസിന് ആദ്യം സാധിച്ചിട്ടില്ല. വീട്ടിലേക്കുള്ള വഴിയിൽ വച്ച് കാറിന്റെ പിന്നിൽ നിന്ന് പെട്രോളിന്റെ മണം വരുന്നല്ലോ എന്ന് ചോദിച്ച് താൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കാറിൽ തീ പടരുന്നതാണ് താൻ കണ്ടത് എന്നാണ് രജിൻ ലാൽ ആദ്യം പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴി ഒരു വ്യക്തത വന്നിട്ടില്ല. അതായത് എന്താണ് യഥാർത്ഥത്തിൽ മറ്റ് സംഭവങ്ങൾ അവിടെ ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം ലഭിക്കുമ്പോൾ തന്നെ ആരോഗ്യനില അത്ര ശരിയല്ലാത്തത് കൊണ്ട് പോലീസും അതിന് നിർബന്ധിച്ചില്ല എന്നുള്ളതാണ്. രജിൻ ലാലിന്റെ കൂടി മരണം വന്നതോടുകൂടെ ഈ ഒരു മരണം അത് വലിയ ദുരൂഹതകളും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം സംഭവത്തിൽ ഭർത്താവ് രജിൻ ലാലിന് നേരിട്ട് പങ്കില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേരുന്നുമുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരണമെങ്കിൽ തെളിവ് വേണം. അത് ഇതുവരെ വന്നിട്ടില്ല. കേസിൽ നിർണായക വഴിത്തിരിവാകുന്നത് മരിച്ച സോന പെട്രോൾ പമ്പിൽ നേരിട്ടെത്തി ക്യാനിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടെയാണ്. ഈ പെട്രോൾ ഒരു ബാഗിലാക്കിയാണ് സോന കാറിനുള്ളിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഈ പെട്രോൾ ക്യാൻ പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കാറിൽ ഉണ്ടായിരുന്ന തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നും പെട്രോൾ ഉപയോഗിച്ച് ആസൂത്രിതമായി ചെയ്ത ഒരു കൊലപാതകമായിരിക്കാം ഇത് എന്നും പോലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതിനു പിന്നാലെ പുറത്തുവന്ന സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശരീരത്തിൽ പെട്രോളിന്റെ അംശം കണ്ടെത്തിയതോടെയാണ് ഈ സംശയങ്ങൾക്ക് ആക്കം കൂടിയത്. കൂടാതെ കാറിൽ നിന്ന് സോനയുടെ ഭാഗികമായി കത്തിയ ബാഗും കുപ്പിയും അടപ്പും മേപ്പയ്യൂർ പോലീസ് കണ്ടെടുത്തു.
കഴിഞ്ഞ 15-ാം തീയതിയാണ് രാത്രി 9 മണിയോടെ ഏകദേശം നാടിനെ നടുക്കിക്കൊണ്ടുള്ള ആ ദുരന്ത വാർത്ത എത്തുന്നത്. കാറ് കത്തിയത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഗർഭിണി കാറ് കത്തി അതിൽ ഉള്ളിൽ കിടന്ന് മരിക്കുകയുണ്ടായി. മരണപ്പെട്ട സോന സ്വന്തമായി പെട്രോൾ വാങ്ങിയതെന്നുള്ള CCTV ദൃശ്യങ്ങൾ പിന്നീട് ഈ കേസിന് നിർണായകമായിട്ടുള്ള വഴിത്തിരിവായിട്ട് വന്നതോടുകൂടെ എന്തിനാണ് സോന ഈ കടുങ്കൈ ചെയ്തത് എന്നായി ചോദ്യങ്ങൾ. പിന്നീടാണ് അവർക്കിടയിലെ ദാമ്പത്യ പ്രശ്നങ്ങൾ, ലാലുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവയൊക്കെ തന്നെ പുറത്തു വന്നത്. പേരാമ്പ്രയിലെ പെട്രോൾ പമ്പിൽ വച്ച് വൈകിട്ട് 7:25 സോന ഒറ്റയ്ക്ക് കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഭർത്താവുമായുള്ള വാക്കുതർക്കത്തെ തുടർന്ന് മനംനൊന്ത് സോന കാറിനുള്ളിൽ വച്ച് സ്വയം തീയിട്ട് ആത്മഹത്യ ചെയ്തതായേക്കാമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ആത്മഹത്യയാണോ ആത്മഹത്യ ഭീഷണിയായിരുന്നു എന്നതും അറിയേണ്ടതുണ്ട്. ഏതായാലും സംഭവം നടന്ന ദിവസം ഉച്ചയോടെ സോന ഭർത്താവ് രജിൻലാലിനൊപ്പം വാല്യക്കോട്ടെ ഇളയമ്മയുടെ വീട്ടിലെത്തി ഒരു ആത്മഹത്യ കുറിപ്പ് എന്ന പോലെ തന്റെ ബന്ധുവിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സോനയെ അവിടെ ഇറക്കി വിട്ട ശേഷം ഭർത്താവ് അവിടുന്ന് തിരികെ പോവുകയായിരുന്നു. പിന്നീട് ഇളയമ്മയുടെ മകൾക്കൊപ്പം പേരാമ്പ്ര ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ സോന പോയിരുന്നു. ആ സമയത്താണ് ഇവൾ രഹസ്യമായിട്ട് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയതെന്നാണ് വിവരം. രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വലിയ ബാഗിലാണ് സോന കന്നാസിൽ പെട്രോൾ നിറച്ച് സൂക്ഷിച്ചത്. പിന്നീട് രാത്രി ബന്ധുവീട്ടിൽ നിന്ന് ഭർത്താവ് രജിൻലാലിനൊപ്പം തന്നെ കാറിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വഴി കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് സോന സ്വയം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും മകനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മകൻ അത്തരക്കാരനല്ല എന്നുള്ള അവകാശവാദത്തിലാണ് രജിൻലാലിന്റെ കുടുംബം. രജിൻലാലിന്റെ പിതാവടക്കം ഇപ്പോൾ ഈ സംഭവത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. സംഭവത്തിൽ കുടുംബ പ്രശ്നങ്ങളോ പീഡനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ലാലിന്റെ പിതാവ് രാജൻ വ്യക്തമാക്കുന്നത്. സോനയെയും രജിൻലാലിനെയും കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ രാജൻ പമ്പിൽ നിന്ന് സോന പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ താൻ കണ്ടെന്നും തന്റെ മകനെ ചതിക്കാൻ വേണ്ടിയാകാം അവൾ ആ പെട്രോൾ വാങ്ങിയതെന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. അതേസമയം മറുവാദവുമായിട്ട് സോനയുടെ കുടുംബവും നിലവിൽ രംഗത്തുണ്ട്. ഇതിന് വിരുദ്ധമായിട്ടുള്ള മൊഴി അല്ലെങ്കിൽ ആരോപണമാണ് അവർ നൽകുന്നത്. ഇരുവരുടെയും മുൻകാല പകയെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ ക്രൂരമായ അവഗണനകളെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ് സോനയുടെ കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ. സോനയുടെയും രജിൻലാലിന്റെയും വിവാഹത്തോട് രജിന്റെ കുടുംബത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നും 3 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് 2023 ഇവർ രജിസ്റ്റർ വിവാഹം കഴിക്കുന്നതെന്നുമാണ് സോനയുടെ ബന്ധുക്കൾ പറയുന്നത്. ഇവർ പ്രണയിക്കുന്ന സമയത്ത് തന്നെ രജിൻ ഗൾഫിലേക്ക് ജോലിക്ക് പോയി. ഇതിനിടെ രജിന്റെ കുടുംബം മറ്റൊരു യുവതിയുമായിട്ട് രജിന്റെ വിവാഹം ഉറപ്പിച്ചു. ഇതറിഞ്ഞ സോന അന്ന് റെയിൽവേ ട്രാക്കിൽ വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയെന്നും അന്ന് റെയിൽവേ പോലീസാണ് അവളെ രക്ഷപ്പെടുത്തിയതെന്നുമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇതേ തുടർന്ന് രജിനെതിരെ സോന പരാതി നൽകുകയും ഇത് കേസാകുകയും ചെയ്തതോടെ രജിന്റെ ഗൾഫിലേക്കുള്ള തിരിച്ചുപോക്ക് അനിശ്ചിതത്തിലാകുകയായിരുന്നു. ഇതോടെ കേസ് പിൻവലിക്കാൻ സോനയെ നിർബന്ധിച്ച് രജിൻ വീണ്ടും അടുത്തുകൂടുകയായിരുന്നു. കേസ് പിൻവലിച്ചതോടെ ഇരുവരും കുടുംബങ്ങൾ അറിയാതെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി.